പ്രൈസ് എന്നത് ഡെയിലി മനയിലേക്ക് ക്രിസ്തുനാമത്തിൽ ഇവർക്ക് സ്വാഗതം. ഇന്നത്തെ വചനധ്യാനത്തിനായി സങ്കീർത്തനങ്ങൾ 30, സാംസ് 30. സാംസ് 30. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല. എൻ്റെ ദൈവമേ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ച് നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ട നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവാൻ, അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ. അവൻ്റെ കോപക്ഷണം നേരത്തേക്കുള്ള അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ആമേൻ. പ്രൊവേർബ്സ് 11, പ്രൊവേർബ്സ് 11. സങ്കീർത്തനങ്ങൾ സദൃശവാക്യം 11. കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പ്, ഒത്ത പടിയോന് പ്രസാദം. അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു, താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. നേരിലുള്ളവരുടെ നിഷ്കളങ്കത അവരെ വഴി നിർത്തും, ദ്രോഹികളുടെ വികടമോ അവരെ നശിപ്പിക്കും. ആമേൻ. മാത്യു ചാപ്റ്റർ 9, മത്തായി 11. യേശു തൻ്റെ 12 ശിഷ്യന്മാരോട് കൽപ്പിച്ചു തീർന്ന ശേഷം അതത് പട്ടണങ്ങളിൽ ഉപദേശിപ്പാനും പ്രസംഗിപ്പാനും അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ച്, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്നറിയിപ്പിൻ. എന്നല്ലെങ്കിൽ ഇടറിപ്പോകത്തിനെല്ലാം ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു. അവർ പോയ ശേഷം യേശു യോഹന്നാനെക്കുറിച്ച് പുരുഷാരത്തോട് പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അല്ല, എന്ത് കാണുവാൻ പോയി? മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനോ? മാർദ്ദവ വസ്ത്രം ധരിക്കുന്നവർ രാജഗൃഹങ്ങളിൽ എന്തിനു പോയി? ഒരു പ്രവാചകനെ കാണുവാനോ? അതേ, പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പ് അയക്കുന്നവൻ, നിൻ്റെ മുമ്പിൽ വഴിയൊരുക്കുന്ന എഴുതിയിരിക്കുന്നവൻ തന്നെ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചു യോഹന്നാന്റെ സ്ഥാപനയേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിൽ വലിയവൻ, ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആമേൻ. ആമേൻ. റെവലേഷൻ ചാപ്റ്റർ 8, വെളിപ്പാട് 8. അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. മറ്റൊരു ദൂതൻ തൻ്റെ സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുൻപുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടി ദൂതൻ്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. 7 കാഹളമുള്ള ദൂതന്മാർ 7 പേരും കാഹളം ഊതുവാൻ ഒരുങ്ങി നിന്നു. ഒന്നാമത്തവൻ ഊതിയപ്പോൾ രക്തം കലർന്ന കന്മഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി, വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പും വെന്തുപോയി. ആമേൻ. For the Lord God is our light and protector. He gives us grace and glory. No good thing will the Lord withhold from those who do what is right. ആമേൻ. ഇവരെല്ലാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിനക്കായി കരുതും യേശു നല്ലയോ ഹരി, നിനക്കായി കരുതും യേശു നല്ലയോ ഹരി, കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും, കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും, വഴിയൊരുക്കും അവനാഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും, വഴിയൊരുക്കും അവനാഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും, വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. യഹോവയിൽ പ്രത്യാശിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയിൽ പ്രത്യാശിക്കുക. യഹോവയിൽ പ്രത്യാശിക്കുക, നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കുക, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയിൽ പ്രത്യാശിക്കുക. കർത്താവേ, ദൈവം അങ്ങയുടെ മക്കൾ അങ്ങയുടെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥാനത്ത് നടുവിൽ കാവൽ ചെയ്യണമേ. രോഗം ചെളും വിഷാന്ന് വിളിക്കണമേ. പരിശീലനത്തെ ദുഷ്ടനെ വിളിക്കണമേ. പരിശുദ്ധാത്മ ശക്തികൾ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ